Good morning all of you. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്രസ്സിംഗ് മോഡ്സിന് ഓഫ് 8085 പറ്റിയാണ്. അഡ്രസ്സിംഗ് മോഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഡിസ്കസ് ചെയ്തിട്ട് അതിനുശേഷം അഡ്രസ്സിംഗ് മോഡ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതിലാദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടേം വാട്ട് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ പ്രോസസറിൽ ഇൻസ്ട്രക്ഷനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? Instruction is a command given to the microprocessor. Instruction is a command given to the microprocessor to perform a specified operation on a given data. അതായത് നമ്മൾ ഒരു മൈക്രോ പ്രോസസറിന് നമ്മൾ കൊടുക്കുന്ന ഒരു കമാൻഡ്, ഇന്നേ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ്. രണ്ട് നമ്പേഴ്സിന് ആഡ് ചെയ്യേണ്ടിക്ക് ആഡ് ഓപ്പറേഷൻ, ആഡ് എ കൊമ ബി, രണ്ട് നമ്പേഴ്സിന് ആഡ് ചെയ്യേണ്ടിക്കൽ, അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, അങ്ങനെയുള്ള ഒരു കമാൻഡിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഏതൊരു ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാലും മൈക്രോ പ്രോസസറിൽ ഏതൊരു ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാലും രണ്ട് പാർട്സ് അതിലുള്ള. ഒന്ന് ഓപ്പ് കോഡ് അല്ലെ ഓപ്പറേഷൻ കോഡ് എന്ന് പറയും, രണ്ടാമത്തെ പാർട്ട് ഓപ്പറൻറ്റ്. സോ എന്താണ് ഈ ഓപ്പ് കോഡ്, എന്താ ഈ ഓപ്പറൻറ്റ്, നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് മൈക്രോ പ്രോസസറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, മൂവ് എ കൊമ ബി. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി രജിസ്റ്റർ, മൈക്രോ പ്രോസസറിലുള്ള രജിസ്റ്റേഴ്സ് ആണ് ഈ ബി രജിസ്റ്റർ, എ രജിസ്റ്ററിൽ, അതായത് സ്റ്റോറേജ് സ്പേസ്. സോ ഈ ബി രജിസ്റ്ററിലുള്ള കണ്ടൻസ് എ രജിസ്റ്ററിലേക്ക് മൂവ് ആവും. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് മൂവ് എ കൊമ ബി. നമുക്ക് ആവശ്യം ഇതിൽ ഈ ഒരു കമാൻഡിൽ ഏതാണ് ഓപ്പ് കോഡ്, ഏതാണ് ഓപ്പറൻറ്റ്. ഈ ഒരു കമാൻഡ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിൽ മൂവ് എന്ന് പറഞ്ഞത്, ഈ മൂവ് എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിന് നമ്മൾ ഓപ്പ് കോഡ് എന്ന് പറയുന്നത്, എ കൊമ ബി എന്ന് പറഞ്ഞതിന് ഓപ്പറൻറ്റ് എന്നും പറയുന്നു. അതായത് ഇൻസ്ട്രക്ഷൻ രണ്ട് പാർട്ടായിട്ടുള്ള ഇവിടെ. ഇൻസ്ട്രക്ഷൻ്റെ പാർട്ടിൽ എന്താണ് ഓപ്പറേഷൻ നടക്കേണ്ടതെന്ന് പറയുന്ന ഭാഗത്തിന് നമ്മൾ ഓപ്പ് കോഡ് എന്ന് പറയും. ഇവിടെ മൂവ് ഓപ്പറേഷൻ നടക്കേണ്ടത്, അതായത് ബി രജിസ്റ്ററിനുള്ള കണ്ടൻസിന് എ രജിസ്റ്ററിലേക്ക് മൂവ് ആണ് ചെയ്യേണ്ടത്. സോ മെയിനായിട്ടുള്ള കമാൻഡ് മൂവ്. സോ ആ മൂവ് എന്ന് പറഞ്ഞ കമാൻഡിന് നമ്മൾ ഓപ്പ് കോഡ് എന്ന് പറയുന്നു. ഏത് ഡാറ്റ ഉപയോഗിച്ചാണോ ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടത് അത് ബി രജിസ്റ്ററിലെ എ രജിസ്റ്ററിലെയും ഡാറ്റനെ ബേസ് ചെയ്തിട്ട്, അതായത് ബി രജിസ്റ്ററിലെ ഡാറ്റ എ രജിസ്റ്ററിലേക്ക് മൂവ് ആണ്. സോ അതിനെ നമ്മൾ ഓപ്പറൻറ്റ് എന്നും പറയും. സോ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിനി അഡ്രസ്സിംഗ് മോഡിലേക്ക് പോവാം. സോ വാട്ട് ഈസ് ആൻ അഡ്രസ്സിംഗ് മോഡ്? ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഒരു ഡെഫിനേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു ഇൻസ്ട്രക്ഷനിൽ ഓപ്പറൻറ്റിനെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണോ, അത് ചിലപ്പോൾ മെമ്മറിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രജിസ്റ്ററിനായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. ഹൗ എ മൈക്രോപ്രൊസസർ ആക്സസ് ഡാറ്റ ഓപ്പറൻറ്റ് ഇൻ എനി ഇൻസ്ട്രക്ഷൻ. എങ്ങനെയാണ് ആ ഓപ്പറൻറ്റിനെ ആക്സസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. ഒരു മൈക്രോ പ്രോസസർ 8085 എടുത്തു കഴിഞ്ഞാൽ അതിൽ ബേസിക് ആയിട്ട് 5 അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. ഒന്നാമത്തത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, രണ്ടാമത്തത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, മൂന്നാമത്തത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, നാലാമത്തതായിട്ട് ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, അഞ്ചാമത്തതായിട്ട് ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ്. 1 by 1 ആയിട്ട് നമുക്ക് ഇതിൽ ഓരോ ടൈപ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ടൈപ്പ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഈ ഒരു ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലുള്ള ഇൻസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനിൽ തന്നെ നമുക്ക് എന്തുണ്ടാവുന്ന പറഞ്ഞാൽ ഓപ്പറൻറ്റുള്ള അഡ്രസ്സ് ഇൻസ്ട്രക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ LDA 2040.
LD എന്ന് പറഞ്ഞാൽ ലോഡ് അക്യുമുലേറ്റർ വിത്ത് കണ്ടൻസ് ഓഫ് 2040. അതാണ് അങ്ങനെ നമ്മൾ വായിക്കേണ്ടത്. ലോഡ് ദ കണ്ടൻസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ 2040 ഇൻ അക്യുമുലേറ്റർ. അത് മനസ്സിലാക്കേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ഡയഗ്രാം തന്നിട്ടുള്ളത്. 2040 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ, ഈ 2040 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിൽ 4 എന്ന് പറഞ്ഞ ഒരു ഡാറ്റയാണ്. ഈ ഡാറ്റ അല്ലെങ്കിൽ ഇതാണ് നമ്മളെ ഓപ്പറൻറ്റ്. ഈ ഓപ്പറൻറ്റ് എങ്ങോട്ടേക്ക് മൂവ് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലേക്ക് മൂവ് ആകുന്നു. അതാണ് ലോഡ് അക്യുമുലേറ്റർ വിത്ത് കണ്ടൻസ് ഓഫ് 2040. 2040 എന്ന് പറഞ്ഞ അഡ്രസ്സിലുള്ള എന്താണോ ഡാറ്റ ഉള്ളത് അത് അക്യുമുലേറ്ററിലേക്ക് മൂവ് ആകും. സോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലുള്ള വാല്യൂ 04 ആയിരിക്കും. ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറഞ്ഞു. സാധാരണ ഇതിനെയാണ് നമ്മളൊരു ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഇൻസ്ട്രക്ഷനിൽ തന്നെ അഡ്രസ് ഓഫ് ഓപ്പറൻറ്റ് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. സാധാരണ ഈ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് 2 ബൈറ്റ് അല്ലെങ്കിൽ 3 ബൈറ്റ് നീളമുള്ളതായിരിക്കും. ബൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു കോമ്പിനേഷൻ ഓഫ് 8 ബിറ്റ്സിനെ നമ്മൾ ബൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ LDA എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബൈറ്റ്, ഇത് 8 ബിറ്റുള്ള ഒരു ഡാറ്റയായിട്ട് സ്റ്റോർ ആയിട്ടുണ്ടാവുക. 20 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബൈറ്റ്, ഈ 40 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ബൈറ്റ്. സോ ഇതൊരു 3 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ് ഈ തന്നിട്ടുള്ളത്. സാധാരണ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഒന്നെങ്കിൽ 2 ബൈറ്റ് ലോങ് ആയിരിക്കും അല്ലെങ്കിൽ 3 ബൈറ്റ് ലോങ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്താണെന്ന് നോക്കാം. ഈ ഒരു അഡ്രസ്സിംഗ് മോഡിൽ ഇൻസ്ട്രക്ഷനിൽ രജിസ്റ്റേഴ്സ് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവും. നമുക്കറിയാം ഒരു 8085 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് അറിയുന്നുണ്ട്. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറേജ് സ്പേസ്, സ്മോൾ സ്റ്റോറേജ് സ്പേസിനെ നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഒരു 8085 മൈക്രോ പ്രോസറിൽ 7 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. BC, DE, HL, പിന്നെ അതുകൂടാണ്ട് ഒരു A രജിസ്റ്റർ. അങ്ങനെ ഒരു 7 രജിസ്റ്റേഴ്സ്, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് മൈക്രോ പ്രോസറിലുള്ള. സോ ഇൻസ്ട്രക്ഷനിൽ ഈ രജിസ്റ്റേഴ്സ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ ആയിട്ട് മൂവ് A, B. സോ മൂവ് A, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ B രജിസ്റ്ററിലുള്ള കണ്ടൻസ് അക്യുമുലേറ്ററിലേക്ക് മൂവ് ആകും. അക്യുമുലേറ്ററിലെ A രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ആകും. മൂവ് ദ കണ്ടൻസ് ഓഫ് B രജിസ്റ്റർ ടു അക്യുമുലേറ്റർ. സോ ഇവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. B രജിസ്റ്ററിലുള്ള കണ്ടന്റ് 6 ആണെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 6 എന്ന് പറഞ്ഞ ഡാറ്റ അക്യുമുലേറ്ററിലേക്ക് മൂവ് ആവും. അതായത് രജിസ്റ്ററിന്റെ പേര് ഇൻസ്ട്രക്ഷനിൽ തന്നെ കൊടുത്തിരിക്കും. ഇതിൽ ഓപ്പറന്റ് ആയിട്ട് തന്നിട്ടുള്ള രജിസ്റ്റർ തന്നെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ അഡ്രസ്സിംഗ് മോഡായ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്താന്ന് നോക്കാം. ഈ അഡ്രസ്സിംഗ് മോഡിൽ അഡ്രസ്സ് സ്പെസിഫിക് ആയിട്ട് നേരിട്ട് തന്നിട്ടുണ്ടാവില്ല, ഇൻസ്ട്രക്ഷനിൽ തന്നെ തന്നിട്ടുണ്ടാവില്ല. പകരം ഒരു രജിസ്റ്റർ പെയർ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. ഒരു ഉദാഹരണം നോക്കാം. മൂവ് A, M. M എന്ന് ഉദ്ദേശിക്കുന്നത് മൈക്രോ പ്രോസസറിലെ HL രജിസ്റ്റർ പെയറിനെ നമ്മൾ M എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ M എന്ന് പറഞ്ഞ രജിസ്റ്റർ പെയറിലുള്ള ഡാറ്റ, അതായത് M എന്ന് പറഞ്ഞ രജിസ്റ്റർ പെയറിലുള്ള ഈ അഡ്രസ്സിലുള്ള ഡാറ്റ അക്യുമുലേറ്ററിലേക്ക് മൂവ് ആവും. അതാ ഇവിടെ തന്നിട്ടുള്ളത്. M എന്ന് പറഞ്ഞ HL പെയർ, Hലുള്ള ഡാറ്റ 20, Lലുള്ള ഡാറ്റ 40. സോ ഈ പെയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2040 എന്ന് പറഞ്ഞ അഡ്രസ്സ്, ഈ 2040 എന്ന് പറഞ്ഞ മെമ്മറിയിലുള്ള അഡ്രസ്സിൽ ഏത് ഡാറ്റയാണോ സ്റ്റോർ ആയിട്ടുള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 06 എന്ന് പറഞ്ഞ ഡാറ്റ സ്റ്റോർ ആയിട്ടുണ്ട്. ഈ 06 എന്ന് പറഞ്ഞ ഡാറ്റ A രജിസ്റ്ററിലേക്ക് മൂവ് ആവും. അതായത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു അഡ്രസ്സ് ഇൻസ്ട്രക്ഷനിൽ തന്നെ തരാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു രജിസ്റ്റർ പെയർ വഴി അഡ്രസ്സ് തരികയാണെങ്കിൽ അതിനെ നമ്മൾ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തതായിട്ടുള്ള അഡ്രസ്സിംഗ് മോഡ് ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഈ ഒരു ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഇൻസ്ട്രക്ഷനിൽ തന്നെ ഓപ്പറൻഡ് തന്നിട്ടുണ്ടാവും. അതായത് എക്സാമ്പിൾ
MVI B,05H. അതായത് ഇതാണ് 05 എന്ന് പറഞ്ഞതാണ് ഓപ്പറൻറ്റ്. സോ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന നേരം ബി രജിസ്റ്ററിൻ്റെ ഡാറ്റ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ 05 എന്ന് പറഞ്ഞ ഡാറ്റ ഇതിലേക്ക് പോയിട്ടുണ്ടാവും. അതായത് 05 എന്ന് പറഞ്ഞ ഡാറ്റ ബി രജിസ്റ്ററിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ടാവും. സാധാരണ ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഐ എന്ന് പറഞ്ഞ ഒരു ടേം സാധാരണ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ഐ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് ഇമീഡിയറ്റ് അഡ്രസ്സിങ്ങിനെ ഐ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് സാധാരണ 8 ബിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 16 ബിറ്റ് ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കാം. ഇപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ MVI B,05 ഒരു 8 ബിറ്റ് ഡാറ്റ ആയിട്ടുള്ള 05 എന്ന് പറഞ്ഞൊരു ഡാറ്റ ബി രജിസ്റ്ററിലേക്ക് മൂവ് ആയത്. ഇനി വേറെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ MVI M,2030H. ഈ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം 2030 ഒരു 16 ബിറ്റ് ഡാറ്റ എവിടത്തേക്ക് മൂവ് ആണെന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എം എന്ന് പറഞ്ഞാൽ HL പെയറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ 2030 എന്ന് പറഞ്ഞ ഈ ഡാറ്റ HL പെയറിലേക്ക് സ്റ്റോർ ആവും. എം എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് HL പെയറിലേക്ക് സ്റ്റോർ ആവും. സോ ഇതിനെയാണ് നമ്മൾ ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. പെട്ടെന്ന് തന്നെ ഒരു ലൊക്കേഷൻ അഡ്രസ് ലൊക്കേഷനിലൊന്നും പോയിട്ട് ഡാറ്റനെ എടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് തന്നെ ഈ ഇൻസ്ട്രക്ഷനിൽ തന്നെ ഡാറ്റ തന്നിട്ടുണ്ട്. ആ ഡാറ്റ നേരിട്ട് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ആകുന്നതിനെ നമ്മൾ ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ള ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്നാണ് നോക്കാം. ചില ഇൻസ്ട്രക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഓപ്പറൻസിനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഓപ്കോഡ് മാത്രമായിട്ട് കാണാം. ഇൻസ്ട്രക്ഷന് തന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ, അതായത് ഓപ്കോഡിന് തന്നെ അറിയാം എവിടെ നിന്നാണ് ഓപ്പറൻറ്റിനെ ഫെച്ച് ചെയ്യേണ്ടത്, അതേമാതിരി റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യേണ്ടതെന്നും അതിന് തന്നെ അറിയാം. അങ്ങനെയുള്ള അഡ്രസ്സിംഗ് മോഡിനെ നമ്മൾ ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ CMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് എക്യുമുലേറ്റർ. കോംപ്ലിമെന്റ് എക്യുമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്യുമുലേറ്ററിൽ സ്റ്റോർ ആയിട്ടുള്ള വാല്യൂസിനെ കോംപ്ലിമെന്റ് ചെയ്യാം. 1s and 0s ആയിട്ടായിരിക്കും വാല്യൂസ് സ്റ്റോർ ആയിട്ടുള്ള എക്യുമുലേറ്ററിൽ, അതിനെ കോംപ്ലിമെന്റ് ചെയ്യാം. 1s-നെ 0s ആക്കുമ്പോൾ കോംപ്ലിമെന്റ് എക്യുമുലേറ്ററിലുള്ള ഡാറ്റേനെ കോംപ്ലിമെന്റ് ചെയ്യുന്നതിനെ CMA എന്ന് പറയും. അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എക്യുമുലേറ്ററിലാണ് ചെയ്യേണ്ടതെന്നൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്യുമുലേറ്ററിലുള്ള ഡാറ്റ കോംപ്ലിമെന്റ് ആവുകയും ചെയ്യും, റിസൾട്ട് എക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ രണ്ടാമത്തായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ RLC, റൊട്ടേറ്റ് ലെഫ്റ്റ് ദ കണ്ടന്റ് ഓഫ് എക്യുമുലേറ്റർ. ഇതിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ എക്യുമുലേറ്ററിലെ കണ്ടന്റ്സ്, എക്യുമുലേറ്ററിൽ എന്താണോ ഡാറ്റ ഉള്ളത് അത് ലെഫ്റ്റ് ഡയറക്ഷനിൽ ഒരു ബിറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. സോ ഇത് ഇങ്ങനെയുള്ള 5 അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ഒരു 8085 മൈക്രോ പ്രോസറിലുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡ്രസ്സിംഗ് മോഡിൽ പറയാനുള്ളത്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയി ഈ ഒരു ടോപ്പിക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാം. സോ താങ്ക് യു.